വോയിസ് ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ. സ്ക്രീനെ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. 12 ആൾക്കാരെ വന്നിട്ടുള്ളൂ. 12 അല്ല, 10 ആൾക്കാരെ വന്നിട്ടുള്ളൂ. സാറാണോ? എങ്ങനെ? അല്ല, സിസ്റ്റർ ധന്യജ മിസ്സിന്റെ അല്ലേ? ഇന്ന് ഏതാ ടൈം ടേബിള്? ഡേ 4 അല്ലേ? അറിയില്ല. ഓക്കെ. ഡേ 4 ടൈം ടേബിൾ ആണ് കേട്ടോ. നാളെ ഡേ 5 ടൈം തേഴ്സ്ഡേ. ടേബിൾ. ഡേ 4 എന്ന് പറയുമ്പോൾ തേഴ്സ്ഡേ ടൈം ടേബിൾ ആണ്. അതങ്ങനെ തന്നെ ഇനി ഓക്കെ. ഫോളോ അപ്പ് ചെയ്താൽ മതിയേ. ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓക്കെ. പറയും. ഓക്കെ. ഓക്കെ, ആൾക്കാർ കയറട്ടെ. നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് മോഡ്യൂൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിസൈൻ തിങ്കിങ് ആയിരുന്നു. ഓക്കെ, ഡിസൈൻ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, ന്യൂ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം അല്ലേ? അപ്പോൾ അതിന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ സ്റ്റെപ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് നോർമൽ ഡിസൈൻ തിങ്കിങ്ങിൽ വന്നിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒരു നോർമൽ ഡിസൈൻ തിങ്കിങ് ആണ്. നോർമൽ ഡിസൈൻ തിങ്കിങ് ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്താണ് അതിലുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? കുറച്ച് ഗ്യാപ്പിനെ നമ്മൾ ഫീൽ ചെയ്ത് യൂസർ യൂസ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് യൂസറിന് കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ യൂസർ ചിന്തിക്കുകയാണ് എന്താണ്? കുറച്ച് മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വേരിയസ് സ്റ്റേജസ് ഉണ്ടല്ലേ? എന്തൊക്കെ സ്റ്റേജസ് ആണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡിസൈൻ തിങ്കിങ്ങിലുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? സെൻസ് ദ ഗ്യാപ്പ് ആണ് അല്ലെ? സെൻസ് ദ ഗ്യാപ്പ് ആണ്. സെക്കൻഡ് വൺ എന്തായിരുന്നു? ഡിഫൈൻ പ്രോബ്ലം ആയിരുന്നു. തേർഡ് വൺ എന്തായിരുന്നു? എക്സ്പ്ലോർ ഓൾട്ടർനേറ്റീവ്സ്. ഫോർത്ത് വൺ സെലക്ട് ദ പ്ലാൻ. ഇത് അതിന്റെ ആൻസർ ആണ്. ഡിസൈൻ തിങ്കിങ് അപ്രോച്ചിന്റെ പ്രോസസ് ആണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണ്. എഗെയിൻ അതിലുള്ള പ്രോബ്ലംസ് നമ്മൾ അനലൈസ് ചെയ്യാണ്. പ്രോബ്ലം മീൻസ് അതിന്റെ ഗ്യാപ്പ് നമ്മൾ അനലൈസ് ചെയ്യാണ്. അനലൈസ് ചെയ്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂ പ്രൊഡക്റ്റിലേക്ക് അതിന്റെ ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ നമ്മൾ നോക്കുകയാണ്, സ്റ്റേജസ് നോക്കുകയാണ്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യണം. ഓക്കെ, ദെൻ സെക്കൻഡ് പഠിച്ചത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്തായിരുന്നു? ഒന്ന് ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് ആണ്. ദെൻ സെക്കൻഡ് പഠിച്ചത് എന്തായിരുന്നു? ഐട്രേറ്റീവ് ഡിസൈൻ പ്രോസസ് ആയിരുന്നു. ഓക്കെ, ഐട്രേറ്റീവ് ഡിസൈൻ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതും എന്താണ്? ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഓർ എന്താണ്? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാണ് അല്ലെ? അപ്പൊ അതിൽ കുറെ സ്റ്റേജസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ സ്റ്റേജസ് ആണ്? ഐശ്വര്യ, എന്തൊക്കെ സ്റ്റേജസ് ആയിരുന്നു ഐട്രേറ്റീവ് ഡിസൈൻ പ്രോസസ്? ഐട്രേറ്റീവ് ഡിസൈൻ പ്രോസസ്സിലുള്ള സ്റ്റേജസ് എന്തൊക്കെയായിരുന്നു? ഡിസൈൻ തിങ്കിങ് അപ്രോച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഐട്രേറ്റീവ് ഡിസൈൻ പ്രോസസ്സിലുള്ള സ്റ്റേജസ്. ഐശ്വര്യ ഉണ്ടോ ഇവിടെ? ഐശ്വര്യ ഒന്ന് മൈക്ക് കാണിച്ചേ. എന്തൊക്കെ സ്റ്റേജസ് ആണ്? അല്ലെങ്കിൽ ചാറ്റ് ചെയ്തോ, ചാറ്റ് ബോക്സിൽ അയച്ചോ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഐഡിയേറ്റ്. ഗുഡ്. ദെൻ സെക്കൻഡ് വൺ ഡിഫൈൻ. ദെൻ
ഫസ്റ്റ് ഓൺ ഐഡിയേറ്റ് ആണോ? ഓക്കെ, നിനക്ക് അറിയുന്ന ഇതൊക്കെ പറഞ്ഞു. ഐഡിയേറ്റ്, ഡിഫൈൻ, ദെൻ ഫസ്റ്റ് ഓൺ എന്തായിരുന്നു? ബാക്കിയുള്ള ആൾക്കാർ പറയാം. ഫസ്റ്റ് ഓൺ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യൂസറിന്റെ കൂടി എന്ത് ചെയ്യണം? ഇന്ററാക്ട് ചെയ്യണം അല്ലെ. ഇന്ററാക്ട് മീൻസ് വി നീഡ് ടു ഇൻഫർമേഷൻസ് ഫ്രം അതേഴ്സ് ആണ് അല്ലെ. എംപത്തൈസ്. ഗുഡ്. ഫസ്റ്റ് ഓൺ ഈസ് വാട്ട്? എംപത്തൈസ്. സെക്കൻഡ് ഓൺ ഈസ് വാട്ട്? നമ്മൾ എംപത്തൈസ് ഒക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കുറേ കിട്ടി അല്ലെ. അപ്പൊ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ദ പ്രോബ്ലം ചെയ്യണം അല്ലെ. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ഓക്കെ, എന്താണ് നമ്മൾ കുറേ സാധനങ്ങൾ അവർ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സോൾവ് ചെയ്യാൻ പറ്റൂല. സോ വി ആർ ചൂസിങ് സെലക്ട് എന്താണ് പർട്ടിക്കുലർ പ്രോബ്ലം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാണ്? എടുക്കാം. അപ്പോൾ ആ പ്രോബ്ലം എന്താണുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത്? പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന് വേണമെങ്കിൽ എക്സാമ്പിൾ ഒക്കെ എഴുതണം കേട്ടോ. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എന്താണ്? ടു ഡെവലപ്പ് എ സിമ്പിൾ കാൽക്കുലേറ്റർ. അതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമെന്ന് വെച്ചാൽ, നമ്മളുടെ ഫീൽഡിന് റിലേറ്റ് ചെയ്ത് എഴുതണമെന്ന് വെച്ചാൽ ടു ഡെവലപ്പ് എ സിമ്പിൾ കാൽക്കുലേറ്റർ യൂസിങ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിനെ വെച്ചിട്ട് എഴുതാം. ഓക്കെ, പിന്നെ അതിൽ കുറേ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കണം. എന്താണ്? സപ്പോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ, ഒരു കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യാൻ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ആവോ? നിങ്ങളൊരു കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്താൽ എല്ലാ പ്ലാറ്റ്ഫോമിലും യൂസ് ആവോ? അത് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? സെപ്പറേറ്റ് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെ. മാക് ഉണ്ട്, ലിനക്സ് ഉണ്ട്, പിന്നെ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ വിൻഡോസ് ഉണ്ട്. സപ്പോസ് വിൻഡോസിനാണ് നിങ്ങൾ എന്ത് ചെയ്തത്? കാൽക്കുലേറ്റർ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് ലിനക്സിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ, അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യണം? അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ എവിടെ കൊടുക്കേണ്ടി വരും? ഡിഫൈനിൽ കൊടുക്കേണ്ടി വരും. മനസ്സിലായ? ഇത് ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിനൊക്കെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വേണം, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ വേണം. ദെൻ തേർഡ് വൺ ഈസ് വാട്ട്? ഐഡിയേറ്റ്. ദെൻ ഫോർത്ത് വൺ എന്താണ്? ഐഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഐഡിയേറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പിൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത ശേഷം ഫൈനൽ എന്താണ്? സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ? അല്ല. ഓക്കെ, അതിന്റെ ഒരു സാമ്പിൾ ആണ്. ഓക്കെ, എഗൈൻ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫൈനലോ? അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് പഠിച്ച ടോപ്പിക് എന്തായിരുന്നു? റിവൈസ് ചെയ്യണത് ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഒരു 10 മിനിറ്റ്സ് കൂടി വേണ്ട. പക്ഷെ ഈ മോഡ്യൂളിലുള്ള 4 ടോപ്പിക്സ്, ഈ 4 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ റിവൈസ് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കൺവെർജന്റ് ആൻഡ് ഡൈവർജന്റ് തിങ്കിങ് ആണ് അല്ലെ. കൺവെർജന്റ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൺവെർജന്റ് തിങ്കിങ്, വെയിറ്റ് ഞാൻ ചോദിക്കാം. കൺവെർജന്റ് തിങ്കിങ് ഋത്തിക് പറ. കൺവെർജന്റ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? കൺവെർജന്റ് ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഋത്തിക് ഉണ്ടോ ഇവിടെ? പറ. കൺവെർജന്റ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡൈവർജന്റ് ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെർജന്റ് പറഞ്ഞാല് കീവേഡ് എങ്ങനെ ഓർത്ത് വെക്കുക? സി അല്ലെ. സി എന്ന് പറയുമ്പോൾ എന്താണ്? കൺവെർജന്റിന്റെ സി ആണ്. അതുപോലെ അതിന്റെ ആൻസറും എന്തുണ്ടാവും? ഒരു സി ഉണ്ടാവും. എന്ത് സി ആണ്? കൺവെർജന്റ് ക്വസ്റ്റ്യനിങ്ങിൽ എന്താണ് കിട്ടണം നമുക്ക്? കറക്റ്റ് ആൻസർ കിട്ടണം. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും? ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവും. ഓക്കെ, ഡൈവർജന്റ് തിങ്കിങ്ങിൽ എങ്ങനെയാണ്? ക്വസ്റ്റ്യനിങ്ങിൽ കറക്റ്റ് ആൻസർ ഉണ്ടാവോ? കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല. ഓക്കെ, മോർ ദാൻ വൺ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെലക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? കൺവെർജന്റ് ക്വസ്റ്റ്യനിങ് എഗെയിൻ എന്താണ്? ഡൈവർജന്റ് ക്വസ്റ്റ്യനിങ് ആണ്. കൺവെർജന്റ് ക്വസ്റ്റ്യനിങ് മോസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മളുടെ മെമ്മറി പവറിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺവെർജന്റ് ക്വസ്റ്റ്യനിങ് യൂസ് ചെയ്യുക.
ഓക്കെ. ഡൈവർജന്റ് തിങ്കിങ് ഈ ഏതിലാണ് ക്രിയേറ്റീവ് തിങ്കിങ് കൂടുതൽ? കൺവർജന്റിലാണോ ഡൈവർജന്റിലാണോ? ഡൈവേർജന്റ്. ഡൈവർജന്റിലാണ്. ഓക്കെ. കൺവർജന്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്താണ് റീക്യാപ്പ് ചെയ്ത് അവിടെ ഉണ്ടാണ് ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതർവൈസ് ഡൈവർജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കുക, കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. കുറേ ആൻസേഴ്സ്, നിങ്ങൾ 60 ആൾക്കാർ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ 60 ആൾക്കാരിന്റെ ആൻസറും എങ്ങനെയായിരിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും? ഡിഫറൻ്റ് ആയിട്ടിരിക്കാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ. ഡിഫറെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റോങ് ആൻസർ ആയിരിക്കുമോ? റാങ് ആൻസർ ആയിട്ട് ഇരിക്കുമല്ലോ. ഓക്കെ. അവരവരുടെ പോയിന്റ് ഓഫ് വ്യൂവില് അതെന്താണ്, അതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ. ക്ലിയർ അല്ലേ? അതിന്റെ എക്സാമ്പിൾ ഒക്കെ എളുപ്പമല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോവാം. ഇന്നത്തെ ടോപ്പിക്കും ഇതുപോലെ ഒരു യൂസർ ഫ്രണ്ട്ലി ടോപ്പിക്ക് തന്നെയാണ്. എന്താണ്, നമ്മളൊക്കെ ഡെയിലി ഫീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ. ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെന്റ്. ഓക്കെ. ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോടാ? കാണുന്നുണ്ട്. ഓക്കെ. ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പോൾ മെയിനായിട്ട് ഒരു പ്രോബ്ലം എന്തെങ്കിലും സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ എന്താണ് ബെനിഫിറ്റ്? നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുകയാണ് അല്ലേ? നമ്മുടെ ബിടെക് പ്രൊജക്റ്റ് ഒക്കെ നമ്മളൊരു ടീം സെറ്റ് ചെയ്ത് തരികയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ടീം സെറ്റ് ചെയ്ത് തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ടീമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ? കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാ ആൾക്കാരുടെ നോളജ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കുറെ ഐഡിയാസ് വരും. പ്രോബ്ലംസ് വേഗം കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ അതിലുള്ള ടീം എൻവയോൺമെന്റിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. ഡിസൈൻ തിങ്കിങ് ഈസ് എ വെർസറ്റൈൽ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ. നമ്മൾ പിന്നെ എന്താണ്, ഒരു ടീമാണെങ്കിൽ ഒவ்வொரு ആൾക്കാർക്കും ഒவ்வொരു ടാസ്ക് ഒക്കെ അസൈൻ ചെയ്യാം അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ പറയാം, നീ ഡിസൈനിന്റെ പോർഷൻസ് ചെയ്യ്, ഞാൻ എന്താണ് കോഡിങ്ങിന്റെ പോർഷൻസ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നീ ഫ്രണ്ട് എൻഡ് ചെയ്തോ, ഞാൻ ബാക്ക് എൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് സ്പ്ലിറ്റ് അപ്പ് ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, നീ വന്ന് എന്താണ് യൂസറിന്റെ കയ്യിലുണ്ട് പോയി ഫീഡ്ബാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ, ഇല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഒരാള്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജോബൊക്കെ എന്ത് ചെയ്ത് കൊടുക്കാം, സ്പ്ലിറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഡിസൈൻ തിങ്കിങ് ഈസ് എ വെർസറ്റൈൽ അപ്രോച്ച് ആണ്. വെർസറ്റൈൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, മെനി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അതിലുണ്ടാവും പ്രോബ്ലം സോൾവിങ്ങിൽ. ഓക്കെ. പിന്നെ നമ്മളിവിടെ മെയിൻ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ തിങ്കിങ്ങിലാണ്. അപ്പൊ ഡിസൈൻ തിങ്കിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? യൂസർ എംപതി, ഐഡിയേഷൻ, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. ഓക്കെ. ഇതൊക്കെ ചേർന്നിട്ട് ഇതൊക്കെ എന്താണ്, നമ്മൾ ടീം വെച്ച് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. ഓക്കെ. അതിൽ മെയിനായിട്ട് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ഓൾവേസ് സേ യെസ് ടു ആൻ ഓഫർ. ഫസ്റ്റ്. ഓക്കെ. ഇതെങ്ങനെയാണ് ഓൾവേസ് സേ യെസ് ടു ആൻ ഓഫർ ഡിസൈൻ തിങ്കിങ്ങിൽ? ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലെ? അപ്പൊ എന്താണ്, അഭിനവ് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ അഭിനവന്റെ വീട്ടിൽ എന്താണ്, അഭിനവന്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും എന്ത് കൊടുക്കാണ്, അവന് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ അഭിനവ് ഹാപ്പിയാണോ? ആ വർക്കിൽ കുറച്ചുകൂടി ഫ്രഷ് ആവും. ഓക്കെ. ഒരു ഫ്രണ്ട് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വർക്കിൽ ഇരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഒരാൾ നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുകയാണ്. ഓക്കെ. എന്തെങ്കിലും എന്താണ് മോട്ടിവേഷൻ ടോക്സോ അല്ലെങ്കിൽ നമുക്കുള്ള സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓഫറിന് യെസ് പറയാം. ഓക്കെ. യെസ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താവും, പുതിയതായിട്ട് എന്ത് ചെയ്യും, ഒരു ന്യൂ മൂഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി എന്ത് കിട്ടും, എനർജി കിട്ടും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണ്, always say yes to an offer. Whether the other person offer you a glass of water, snacks or even a tour of their home, you should always accept. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. അവരെവിടെയെങ്കിലും ചെറുതായിട്ട് ഒരു ട്രിപ്പിനൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, പോയി വന്ന ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ വർക്കിനെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. ക്ലിയർ ആണോ? നമ്മളുടെ ടീമിലുള്ള ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്തിനാ ചെയ്യുന്നത്, ഇതൊക്കെ ആവശ്യമാണോ, ഇപ്പൊ ഇവിടെ കുറെ വർക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ഒരാൾ ഒരു ഓഫർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓഫറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. അക്സെപ്റ്റ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഭിനവൻ എന്താണ്, ഒരു ദിവസം ജരീഷാണ് അഭിനവന്റെ ടീമേറ്റ്. ഓക്കെ. അഭിനവ് ഫുൾ ടൈം അങ്ങനെ കോഡിങ്ങിൽ ഇരിക്കുകയാണ്. ജരീഷ് എന്താണ്, ഒരു ടീ കൊണ്ട് കൊടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ. ഒരു ടീ ചെയ്ത് ഒരു കോഫി കൊണ്ട് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പൊ അഭിനവ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജരീഷിന് എന്താ തോന്നുക, ദേഷ്യം വരും.
ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ അത് എവിടെ കാണിക്കും ജരീഷ്? അവന്റെ വർക്കില്. അവന്റെ വർക്കിലും പിന്നെ നിന്റെ വർക്കിലും കാണിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏത് അഫക്റ്റ് ആവാൻ സാധ്യത ഉണ്ടാവും? നമ്മളുടെ പ്രോബ്ലം പ്രൊജക്റ്റ്. അഫക്റ്റ് ആവാൻ സാധ്യത. അതേസമയം അക്സെപ്റ്റ് ചെയ്തു, കാഷ്വൽ ആയിട്ട് ടോക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താണ് ഉണ്ടാവുക? ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്പീഡ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഇൻഡസ്ട്രി സൈഡ് പോകുമ്പോൾ വേണ്ടതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓൺ. ഓക്കെ, ആൾവേസ് സേ യെസ് ടു ആൻ ഓഫർ ആണ് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് ആണ് എന്താണ്? ട്രീറ്റ് പീപ്പിൾ ലൈക്ക് പാർട്ട്ണർ ഇൻ റിസർച്ച് ആണ്. ഓക്കെ, എഗെയിൻ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രൊജക്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ കുറേ ടീംമേറ്റ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോബ്ലം നമ്മൾ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഉണ്ടാവണം. ട്രാൻസ്പെറൻറ്റ് മീൻസ് എന്താണ്? ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ആണ് ചെയ്യാൻ പോണതെന്നുള്ള ഒരു ക്ലിയർ ഇമേജ് ഉണ്ടായിരിക്കണം. മനസ്സിലായ? അതല്ലാതെ ഇപ്പൊ എന്താണ് അഭിനവ് വെറുതെ പറയണതല്ല, എനിക്ക് ഈ സ്ക്രീനിൽ കാണുമ്പോൾ അഭിനവിന്റെ ഇതാണ് കാണുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അഭിനവാണ് എന്താണ് ഒരു പ്രൊജക്ട് ചെയ്യാൻ പോകണം, ഒരു പ്രൊഡക്റ്റ്, ഒരു ഹൈടെക് ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അഭിനവിന്റെ മൈൻഡിലുണ്ട് ഈ സാധനത്തിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞാല് അഭിനവിന്റെ ടീമിലുള്ള മേറ്റ്സ് എന്ത് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും? ഇവനക്ക് അറിയാതെ തന്നെ ഇതേ ടൈപ്പ് ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ പുറത്ത് റിലീസ് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അഭിനവ് എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങൾ ഫുള്ള് പറയണില്ല. ഡെയിലി എന്താണ് ടാസ്ക് ബൈ ടാസ്ക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വരും? അഭിനവ് വിചാരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഡെലിവർ ആവോ? ഡെലിവർ ആവൂല. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മളുടെ ടീം മാറ്റ്സിനടുത്ത് നമ്മൾ എന്തായിരിക്കണം? ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കണം. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്, ഇതിനെ കൊണ്ട് എന്തൊക്കെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? അവരുടെ കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? സെക്കൻഡ്, ഇതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താണ്? ട്രാൻസ്പെറന്റ് ആണ്. കൂടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ലൈക്ക് പാർട്ട്ണറായിട്ട് തന്നെ അവർ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? സെക്കൻഡ്. ഓക്കെ, ദെൻ എന്താണ്? ലീവ് കംഫർട്ടബിൾ സൈലൻസ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയണതാണ് അല്ലേ. ഫൈനൽ ആണ് എന്താണ്? ടീമിൽ ലീവ് കംഫർട്ടബിൾ സൈലൻസ്. അങ്ങനെ വെച്ചാൽ മീനിങ് എന്താ? ടീമിൽ 5 ആൾക്കാരുണ്ട്. ഓക്കെ, 5 ആൾക്കാർ 4 ആൾക്കാർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ വെറുതെ ഇരിക്കോ? കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ വെറുതെ ഇരിക്കോ? ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ആൾക്കാരെ ഓക്കെ വെയിറ്റ് ചില സ്ഥലങ്ങളിലേ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് അവിടെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? അയാൾക്ക് സൈലൻസ് സ്പേസ് വേണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സൈലൻസ് സ്പേസിലേക്ക് മാറിപ്പോണം. അല്ലാതെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്? അടി ഉണ്ടാക്കാൻ നിൽക്കരുത്. ഓക്കെ, അല്ലാതെ അവിടെ പ്രശ്നം ചെയ്യാൻ നിൽക്കരുത്. സോ സപ്പോസ് നമുക്ക് എന്താണ് അവിടെ ഉള്ള ക്രൗഡ് ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഉള്ള നോയ്സ് നമുക്ക് ഫീൽ ചെയ്യണത് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്? ഓക്കെ, സൗണ്ട് ഒക്കെ കുറയ്ക്കുന്നു പറഞ്ഞിട്ട് നിൽക്കരുത്. ഓക്കെ, നമുക്ക് എന്താണ് ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കുക. ഇല്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നമുക്ക് സൈലന്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ആവും. ക്ലിയർ ആണോ? അങ്ങോട്ട് ഷൗട്ട് ചെയ്താൽ എന്ത് പ്രശ്നം വരും? അതും എന്ത് വരും? എതിനെ അഫക്റ്റ് ചെയ്യും? നിങ്ങളുടെ ക്ലാസ്സിൽ 60 ആൾക്കാരാണല്ലേ, ഒരാൾ മാത്രം ഇരുന്ന് പഠിക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ള 59 ആൾക്കാരും പഠിച്ച് ക്ലിയർ ആണ്, അവരൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, പഠിക്കാത്ത ആളിരുന്ന് പഠിക്കുകയാണ്. അപ്പൊ പഠിക്കാത്ത ആൾ എന്ത് ചെയ്യാണ്? നിങ്ങളടുത്ത് ഷൗട്ട് ചെയ്യാനെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ എന്താ സംഭവിക്കുക? മൊത്തം കലവിലെ അടിയാവും. ഇല്ലെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നം വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലീവ് കംഫർട്ടബിൾ സൈലൻസ് ആണ്. വിസിറ്റ് ലൈക്ക് അത് പേഴ്സൺ ഈസ് ഫിനിഷ്ഡ് സ്പീക്കിംഗ്, മോസ്റ്റ് പീപ്പിൾ ഫീഡ് ഇൻ ടു നീറ്റ് ഇമ്മീഡിയറ്റ്ലി മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് യു ഷുഡ് ക്രിയേറ്റ് സം സ്പേസ് ബൈ ജസ്റ്റ് ഹോൾഡിംഗ് ആൻഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ. ഇറ്റ് ഗിവ്സ് an other person room to continue speaking beyond the parameter of previous. ഓക്കെ, അത് തന്നെയാണ്. നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി കേട്ടോ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഒരു ഫീൽഡിൽ ഒരു സ്ഥലത്തിൽ എന്താണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യാം? നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോണിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടേക്ക് സ്പോട്ട്ലൈറ്റ് ഓഫ് ദ അതർ പേഴ്സൺ.
ഓക്കെ. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒവ്വൊരു വർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനെടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ ടീംമേറ്റ്സിനെടുത്തോ നമ്മൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് ചോദിക്കുക. ഓക്കെ, ഇതെങ്ങനെ ഉണ്ട്, ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, മനസ്സിലായോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റർ പ്രോജക്റ്റ് തന്നെ എടുക്കാം. കാൽക്കുലേറ്ററിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക ആൾ എന്ത് ചെയ്യുക, സപ്പോസ് ഇവരിൻ്റെ എന്താണ് അഭിഷേകാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ കോഡിങ് ചെയ്യുന്നതാണ് ആര്, അഭിനവ്. ഓക്കെ, അപ്പൊ അഭിഷേക് എന്ത് ചെയ്തിട്ടുണ്ട്, കോഡിങ് കംപ്ലീറ്റ്, ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത പാടെ ഓക്കെ നീ കോഡ് എഴുതുക, അതിന്റെ ശേഷം ഞാൻ എന്റെ ഡിസൈൻ കാണിക്കാൻ വിചാരിച്ച് എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. ഓക്കെ, അഭിഷേക് ആ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ടീംമേറ്റ്സിൻ്റെ അടുത്ത് എന്ത് കാണിക്കണം, നമ്മളുടെ വർക്കിനെ കാണിക്കണം. ഓക്കെ, അതിന്റെ പ്രോപ്പർ വർക്കിനെ കാണിക്കണം. ഇതാണ് ഞാൻ കംപ്ലീറ്റ് സാമ്പിൾ അല്ല, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെ കാണിക്കണം. ഓക്കെ, വർക്ക് കാണിക്കുമ്പോൾ എന്തായിരിക്കും, ഓക്കെ അവിടെ കുറെ എന്ത് കിട്ടും, സപ്പോസ് ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്ക് കിട്ടിയാൽ നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് അതർവൈസ് അതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുള്ളീനെ മോട്ടിവേറ്റും ചെയ്യാം. Okay, as a part of our design, we are like to bring provocation into research session. This means that we sketch out rough concept to show the other persons and we ask them for feedback. By shifting our extension from person to another object, we can remove any pressure they are feeling. These outside objects also allow participation to communicate in a non-verbal way. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ടീംമേറ്റ്സിനെടുത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ടാസ്കിനെ കാണിച്ചിട്ട് ഇത് എങ്ങനെയാണ്, ശരിയാണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അവരുടെ അടുത്ത് ചോദിക്കുക. ഓക്കെ, ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ ടീംമേറ്റ്സിലുള്ള ഒരു 5 ആൾക്കാരും പറയാണ് ഓക്കെ ഇത് സൂപ്പറാണ്, ഇത് കിട്ടില്ല, ഇതിൽ ഓക്കെയാണ്, ഇതിൽ ഒരു പ്രോബ്ലംസും ഞാൻ കാണില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാൾക്ക് എന്താവും, ഒരു കോൺഫിഡൻറ്റ്. ഓക്കെ, കോൺഫിഡൻറ്റ് വരുമ്പോൾ എന്താണ്, അതിൽ എന്ത് വരാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും, അഗെയിൻ അതിൽ എന്തെങ്കിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ്, ആളുടെ പ്രഷറും പ്രഷർ ഉണ്ടാവില്ല, അല്ലെ വർക്കിന്റെ പ്രഷർ. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റാവോ എന്നുള്ള ഒരു പ്രഷറും അയാൾക്ക് എന്ത് കിട്ടും, കുറഞ്ഞു കിട്ടും. ഓക്കെ, ദെൻ ഫൈനൽ വൺ ഈസ് try very intentionally to fall in love with each person. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ മീനിങ്, ഒരു വർക്ക് ഒരാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ കോൺസെപ്റ്റ് എന്തെങ്കിലും പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഒക്കെ സ്കെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്കെച്ചിൽ എന്താണ്, നമ്മളിൻ്റെ ഐഡിയനെ ഇവിടെ നമ്മുടെ ടീമേറ്റിലുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, കുറെ ആലോചിക്കുമ്പോൾ അതിൽ കുറെ കറക്ഷൻസ് ഒക്കെ അയാൾ എന്ത് ചെയ്യാണ്, നമുക്ക് റെഫർ ചെയ്യാനെന്ന് വിചാരിക്കുക. ഓക്കെ, കറക്ഷൻസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ അയാൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടി പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ഒരു നല്ല പ്രൊഡക്റ്റ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ടീം ലീഡർ ഇല്ലെങ്കിൽ അതിലുള്ള മെയിനായിട്ടുള്ള ആൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓക്കെ ഇതൊന്നും പറ്റൂല, നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്താൽ തന്നെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരെ എൻകറേജ് ചെയ്യണം. ഓക്കെ, ടീമിലുള്ള എല്ലാ ആൾക്കാരുടെ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ അടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വരും, അവർക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും. ആ കോൺഫിഡൻറ്റ് എവിടെ നമുക്ക് റിഫ്ലക്റ്റ് ആവും, നമ്മളുടെ പ്രൊജക്റ്റിൽ റിഫ്ലക്റ്റ് ആവും. ക്ലിയർ ആണോ? Sir. Okay. Even though you don't know naturally click with someone, you can always find something you truly appreciate about them, whether it is their voice or the fashion for the topic at hand. When you want to fall in love with someone, everything changes. Your curiosity about their love story, your body language, and your empathy towards their situation. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അയാളുടെ കൂടി നമുക്ക് എന്താണ് മോട്ടിവേറ്റ് ചെയ്തു അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും, കുറേ എനർജി കിട്ടും. എനർജി എവിടെ റിഫ്ലക്റ്റ് ആവും, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ്, ആൾവേസ് സേസ് യെസ് ടു ആൻ ഓഫർ, ദെൻ എന്താണ് ട്രീറ്റ് പീപ്പിൾ ലൈക്ക് പാർട്ട്ണർ ഇൻ റിസർച്ച്, ദെൻ എന്താണ് ലീവ് കംഫർട്ടബിൾ സൈലൻസ്, ദെൻ ടേക്ക് ദ സ്പോട്ട്ലൈറ്റ് ഓഫ് ദ അതർ പേഴ്സൺ, try very intentionally to fall in love with each others. ഓക്കെ, ഇതാണ് ടോപ്പിക്ക്. ഈ ടോപ്പിക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒക്കെ നമ്മൾ എന്താണ് ഓണായിട്ട് എഴുതുന്ന സ്റ്റോറീസ് ആണ്, പക്ഷെ ഹെഡിങ് എന്താവരുത്, മിസ്സാവരുത്.
ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ സെക്കൻഡ് മോഡ്യൂൾസ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് കൊണ്ട് ആയിരിക്കും റിവൈസ് ചെയ്യുക. ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡിസൈൻ്റെ ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അതിൻ്റെ സ്കെച്ച്. എനിക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നല്ലേ. എന്ത് ഡിസൈനാണ് ഞാൻ ലാസ്റ്റ് തന്നത്? ഒരു ഡെസ്റ്റിൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്യുമായിരുന്നല്ലേ. എനിക്കൊണ്ട് കുറച്ചൊരു 8-10 സ്റ്റുഡൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പേരെ ഈ കോണ്ടാക്റ്റിൽ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ബാക്കി ആൾക്കാരെ എനിക്ക് ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ല ആക്ച്വലി. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് കഴിഞ്ഞ പാടെ കുറേ ആൾക്കാർ എനിക്ക് എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ അവിടെ കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. സാറേ, ഇത് ഞാൻ വരച്ച ഡിസൈനാണ്, ഇത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 8-9 ആൾക്കാർ അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഡിസൈനൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ നല്ല ഡിസൈൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശിഷ്കാജിന്റെ ഡിസൈൻ നിവേദ അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിസൈനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശിഷ്കാജ് ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലൊരു ഇതായിരുന്നു. ഓക്കെ, ബാക്കി ആൾക്കാരുടെ നെയിം എനിക്ക് ഓർക്കണില്ല ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, കുറെ ആൾക്കാർ ചെയ്യുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ്. ദെൻ ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന് കൂടി ഞാൻ കാണിക്കാം സ്ക്രീനിൽ. അത് സോൾവ് ചെയ്യും. ബാക്കി ഞാൻ അറ്റൻഡൻസ് എടുക്കാം. അറ്റൻഡൻസ് കംപ്ലീറ്റ് ആയത് ഞാൻ എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇല്ല, നമ്മൾ കഴിഞ്ഞ ലാബിൽ ഇതിൽ കുറേ ആക്ടിവിറ്റീസ് നോക്കിയായിരുന്നു അല്ലേ. ട്രോൾ ബാഗ് ഒക്കെ നോക്കിയതാണ്, ചോക്ക് നോക്കിയതാണ്, ഹെവി സ്കൂൾ ബാഗ്, ഓക്കെ. ഈ ഹെൽമെറ്റിൻ്റെത്, ഈ മോഡലർ ഡിസൈൻ ഒക്കെ വിട്ടേക്ക്, ക്വസ്റ്റ്യൻ മാത്രം നോക്ക്. Helmet provides safety and protection to bike riders, but riders found difficulties to carry helmet with them and hooking it up with bike as well. Develop a solution to solve this problem without sacrificing safety. Question മനസ്സിലായ? Helmet provides safety and protection to bike riders. Helmet in the design അല്ല actually. Bike riders found difficulties to carry helmet. മനസ്സിലായ? ബൈക്ക് റൈഡേഴ്സ് എന്താണ്, കുറെ ആൾക്കാർക്ക് എന്താ പ്രശ്നം, ഹെൽമെറ്റ് ഒക്കെ വയ്ക്കാൻ ഓക്കെയാണ്, പക്ഷെ അത് കൊണ്ടു നടക്കാനുള്ള ഒരു മടിയുണ്ട് അല്ലേ. with them and hooking it up with the bike as well. Develop a solution to solve this problem without sacrificing safety. വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ഫോൾഡബിൾ ടൈപ്പ് ഹെൽമെറ്റ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷെ നിങ്ങളുടെ ഡിസൈൻ ഫൈനലി വരുമ്പോൾ എന്തായിരിക്കണം, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഇല്ല ഒന്നുകൂടി പറയണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയാ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ഇല്ല ഒന്നുകൂടി പറയണോ? ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ആലോചിച്ച് കംപ്ലീറ്റ് ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ഡിസൈൻ ചോദിക്കും, വരച്ചോട്ടാ. വരയ്ക്കില്ലെങ്കിൽ ഐഡിയാസ് പറയണം. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ക്വസ്റ്റ്യനെ. ടുമോറോ ക്ലാസ്സിൽ ഫുൾ ആക്ടിവിറ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ സാർ. അതുകൊണ്ട് അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നു. എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി തേർഡ് മോഡ്യൂൾ ഒരു ആക്ടിവിറ്റി കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചു. ഓക്കെ, ആശിഷ്, പ്രസന്റ്. അഭിനവ്, പ്രസന്റ്. അഭിഷേക്, ഇതാ ഒന്ന് പറഞ്ഞു കേട്ടാ, ചാറ്റ് അയക്കല്ലേ, ഞാൻ ചാറ്റ് നോക്കുന്നില്ല. അഭിഷേക്, ആദിത്യ, അഖിൽ സി വി, പ്രസന്റ്. ഐശ്വര്യ, ഓക്കെ, അഖിൽ സി വി പറഞ്ഞല്ലേ, സോറി. അഖിൽ കെ, ആമൽ സുരേന്ദ്രൻ, പ്രസന്റ് സർ. ആമിന മൽക്ക, അനേന, ഓക്കെ, അനിരുദ്ധ്, പ്രസന്റ് സർ. അഞ്ചിത അല്ലേ?
അനുജ, Present. അനുപമ, Present, sir. Present, sir. അരുമൽ, Present, sir. അർബിത്, Present, sir. Present. അരുൺ. Present, sir. അർബിത്തിന്റെ വോയിസ് കിട്ടി. അശ്വിൻ, Present, sir. ഫസ്ന, രംഷദ, ഋതുൽ, Present, sir. ജരീഷ്, Present. Present, sir. ഖദീജ, Present, sir. ലിഖിത്, Present, sir. ലിയാന, Present, sir. നിതിൻ മോഹൻ, Present, sir. നാസിഫ്, നാസിഫ്, റാസി, Present, sir. മിൻഹാജ്, Present, sir. നിഹാൽ, Present. സാലിഖ്, സഫീഖ്, നബീൽ നസീർ, Present, sir. നന്ദ, Present, sir. നന്ദിത, Present, sir. നിവേദയ, നൂഹ, Present, sir. പ്രിൻസ്, ഋഷികേഷ്, ഋഷ്വിൻ, Present, sir. ഋതിക്, Present, sir. രോഹിത്, Present, sir. സഫീർ, Present, sir. സങ്കീർത്തന, സാരംഗ്, Present, sir. സേജൽ, സെവിൻ, Present, sir. ഷബിൻ, Present, sir. സിസ്ഹാജ്, ഓക്കെ, തനുശ്രീ, Present, sir. തേജ പൊന്നൻ, Present, sir. തുളസി, വൈഷ്ണവി, വിഷ്ണു, Present, sir. വൈഷ്ണവ് പ്രദീപ്, യാദവ്, Sir, Nasif ഉണ്ട്. ഓക്കെ. ഡിസൈൻ ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തേ? ഡിസൈൻ കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞോ. നിങ്ങൾ ഒരു 5 പേര് ആൻസർ പറയുമ്പോൾ ഒരു ബാക്കിയുള്ള കുറെ ആൾക്കാർക്ക് കുറെ ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ തരുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും? സെവിൻ? ഇല്ല സാർ, അത് വലിയ ഡിസൈൻ ഒന്നും കിട്ടിയില്ല. പിന്നെ കാർബൺ ഫൈബർ ഉപയോഗിച്ചാല് വെയിറ്റ് കുറയുന്നല്ലാതെ. സേഫ്റ്റി ആണോ? സേഫ്റ്റി, റിജിഡിറ്റി അതിലുണ്ടാവും, പക്ഷെങ്കിൽ വെയിറ്റ് കുറയും. അതാകുമ്പോ എടുത്ത് നടക്കാലോ കാർബൺ ഫൈബർ ഉപയോഗിച്ചാൽ. കാർബൺ ഫൈബർ. ഓക്കെ, വേറെ ആൾക്കാര്? ഇവിടെ ഉള്ളവരൊക്കെ ബൈക്ക് റൈഡേഴ്സ് അല്ലേ? നിഹാൽ? കിട്ടിയില്ല. വേറെ ആൾക്കാര്? ജരീഷിന് കിട്ടിയാ? ഹോൾഡർ എന്ന് പറയുമ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ ബാഗില്ല സാർ, 2 ഹാൻഡ് വരുന്ന ഹാൻഡ് അല്ല, ലൈക്ക് റോപ്പ് ലൈക്ക് ബാഗില്ലേ,
ആ ആ അതുപോലെ ഒരു ഇത് ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാനല്ലേ? മോഡലില് ചേഞ്ചസ് ഇല്ല. നീ പറയണത് ശരിക്കും ഒരു ബാഗ് ഡിസൈൻ ചെയ്ത് ബാഗ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണോ? സാധാ സാർ അങ്ങനത്തെ ബാഗില്ല സാർ, ജസ്റ്റ് മറ്റേ ഒറ്റ കല്ല് മാത്രമുള്ള സിംഗിൾ ആ, ആ, ബാഗ്, ജസ്റ്റ് ക്ലോത്ത് ടൈപ്പ് സാധനം, ഇത് ഓക്കെ. ഹോൾഡ് ചെയ്യാൻ മാത്രമേ. വേറെ അശ്വിൻ. അശ്വിൻ ഐഡിയാസ് ഒന്നും കിട്ടിയിട്ടില്ല. എക്സാമിന് 3 hours കിട്ടുള്ളൂ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 5 ഐഡിയാസ് ജനറേറ്റ് ചെയ്യണം. അതിനുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ എഴുതേണ്ടി വരും. അറോമൻ അറോമൻ സാർ ഐഡിയ ഒന്നും കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. അനിരുദ്ധ് സാർ സാറേ ഐഡിയ ഒന്നും കിട്ടിയില്ല. അനിരുദ്ധ് അനിരുദ്ധ് പറഞ്ഞിട്ടാണ്. സാറേ ഐഡിയ ഒന്നും കിട്ടിയില്ല പറഞ്ഞ. കിട്ടിയില്ല. ഓക്കെ, നുഹാന്റെ ഐഡിയ എന്തായിരുന്നു? സാർ ഹെൽമെറ്റ് ക്യാൻ ബി ഇൻബിൾട്ട് ഇൻസൈഡ് എ ക്യാപ്പ്. നോർമൽ ക്യാപ്പ് മോഡലാണോ? സേഫ്റ്റി ഉണ്ടാവോ? അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അറിയുക? ഇപ്പൊ സെബിന് പറഞ്ഞതുപോലെ മെറ്റീരിയൽസ് ഒക്കെ പറയേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് നമ്മൾ എന്താണ് ഫാൻസി അല്ല അല്ലെ, സേഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് അല്ലെ. അപ്പോൾ അവൻ്റെ അടുത്ത് അതാണ് ഞാൻ ചോദിച്ചത്, മെറ്റീരിയൽ എന്താണ്, മെറ്റീരിയൽ ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ മെറ്റീരിയലിനെ കുറിച്ചും എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസൈനിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ എഴുതണമെങ്കിൽ നിങ്ങൾ പുറത്ത് കുറേ സാധനങ്ങൾ നോക്കണം. നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം സാർ? ഓക്കെ, നുഹാന്റെ ഐഡിയ ഓക്കെയാണ് എനിക്ക്. പക്ഷെ അതിൽ നുഹ പറയേണ്ടത് എന്തായിരിക്കും അറിയോ? ക്യാപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാപ്പിനകത്ത് പറഞ്ഞ മെറ്റീരിയൽസ്, പിന്നെ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക, ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? സ്കെച്ച് ചെയ്ത് കാണിക്കേണ്ടി വരും. ഓക്കെ, അതുപോലത്തെ ഒരു സാധനം ഉണ്ട് ശരിക്കും ടീഷർട്ടിന്റെ ഉള്ളിൽ വരുന്നത്. ഏത്? അതായത് ഇപ്പൊ നമ്മൾ ആക്സിഡന്റ് ആവുമ്പോ നമ്മളെ വണ്ടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഷർട്ടിന്റെ ഉള്ളിൽ നിന്ന് ക്യാപ്പ് വരും, ഹെൽമെറ്റ് ക്യാപ്പ് വരും. ഓക്കെ, അത് ഞാൻ ഒരു സൈക്കിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഗ്യാപ്പിലല്ലേ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവണതല്ലേ? എയർ ഫിൽഡ് സാധനമല്ലേ? എയർ ഫിൽഡ് അല്ലേ, അതെന്തോ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അത് സേഫ്റ്റി ഒക്കെ ഉള്ള എന്തോ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അത് തലേനെ മാത്രമല്ലേ പ്രൊട്ടക്ട് ചെയ്യുക? ഹെഡിനെ മാത്രമല്ലേ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് വരിക? ഹെഡ് മാത്രം, ലൈക്ക് ഹെൽമെറ്റ് പോലെ തന്നെ. ഓക്കെ, ഞാനൊരു മോഡൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ മോഡൽ എയർ ബലൂൺ ടൈപ്പാണ്. നമ്മൾ കാറിലൊക്കെ എയർ ബലൂൺ പറഞ്ഞത് പോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും? നോർമലായിട്ട് ഡ്രസ്സിൽ എന്തെങ്കിലും ഇൻബിൾട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആക്സിഡന്റ് ആവുന്ന ടൈമിൽ നമുക്ക് എന്തായാലും ബോഡിയിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. നമ്മളുടെ ബോഡി അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് ഇത് എന്താവും? സഡൻ ആയിട്ട് ആക്ടിവേറ്റ് ആവും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫില്ലായി നമ്മളുടെ ഹെഡ് മാത്രമേ അത് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, പക്ഷെ അതെനിക്ക് സക്സസ് ആണെന്ന് അറിയില്ല. ഞാനൊന്ന് എന്താണ് ഈ സ്റ്റാർട്ട് ഓഫ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതിൽ അവരുടെ ഐഡിയാസ് അവർ വെച്ചിട്ട് എന്ത് ചെയ്യും? അവര് വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഇതിൽ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കിന് സക്സസ് അവർ പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ബൈക്കിന് വെറൈറ്റി സ്പീഡ് ഉണ്ട്. ഓക്കെ, പക്ഷെ സൈക്കിളിനാണ് അവർ ബെസ്റ്റ് എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ്, മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ മുകളിൽ പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ ആ ടൈമിലാണ് അവരെന്ത് ചെയ്തിട്ടില്ല, അതിനെ ടെസ്റ്റിംഗ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ വേരിയസ് ടൈപ്സ് ഹെൽമെറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന്റെ ആൻസർ ഞാൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ്, നെക്സ്റ്റ് ക്ലാസ്, അതിൽ ഞാൻ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് അവർ ആരായിരുന്നു? നൈന മിസ് ആണോ? സാർ ഈ അവർ ഡാറ്റ സ്ട്രക്ചർ അല്ല, ഇത് തേഴ്സ്ഡേത്തെ ടൈം ടേബിൾ. തേഴ്സ്ഡേ ടൈം ടേബിൾ ആണ്. യുവർ നൈന മിസ് അല്ലേ? ഓക്കെ, താങ്ക് യു നൈന മിസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ഓക്കെ സാർ. താങ്ക് യു സാർ.